ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്, നമ്മൾ ഈ കോഴിയൊക്കെ മേടിക്കുമ്പോഴത്തേക്കും കരളും അതായത് മാങ്ങാട്ടിയൊക്കെ എന്നാണ് നമ്മൾ പറയുന്നത്. അതൊക്കെ വെച്ച് ഒരു ഐറ്റം ചെയ്താലും കാര്യം അത് കഴിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. കാര്യം ഇവിടെ കോഴിക്കടയൊക്കെ ഇല്ല, അവിടെ അത് മേടിക്കാൻ വേണ്ടി തന്നെ ആൾക്കാർ വരുന്നുണ്ട്. നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി അതൊന്നും ചെയ്ത് നോക്കിയാലും എന്നാ ഇപ്പം സമയം കളയാതെ എങ്ങനെയാണ് അത് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത് കോഴിയുടെ പാർട്സ് എന്നാണ് പറയുന്നത്. കണ്ടോ, നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ അങ്ങോട്ട് അരിഞ്ഞെടുക്കാം. നല്ല രുചികരമായ ഒരു ഐറ്റം കേട്ടോ. തീർച്ചയായിട്ടും ഇത് കഴിച്ചിട്ടുള്ളവർക്കറിയാം, നല്ല ടേസ്റ്റായത്. ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് നമുക്ക് എടുക്കാം. അടുത്തായിട്ട് ഈ ലിവറൊക്കെ നരിഞ്ഞെടുക്കും. കോഴിയുടെ ലിവറിനൊക്കെ ഒരുപാട് പ്രോട്ടീനൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് അത്ര അറിയത്തില്ല, പക്ഷെ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സാധാരണ നമ്മൾ ഈ വലിയ കടയിലൊക്കെ ചെല്ലുമ്പോൾ, അതായത് തട്ടുകട പോലുള്ള കടകളൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് പൊറോട്ട മേടിക്കും. അപ്പോൾ അവിടെ പൊറോട്ടയ്ക്ക് എല്ലാം ചോദിക്കും, ചാറെന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇതൊക്കെ ഇട്ടാണ് ചാറ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ പാഴ്സൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് കഴുകിയെടുക്കുന്നതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ടിട്ട് ഇത് നല്ലപോലെ കഴുകിയെടുക്കണം. നല്ലപോലെ ഞെരടി ഒരു 5-6 പ്രാവശ്യമെങ്കിലും നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ കോഴി പാർട്സ്. കുറേ സമയം ഇരുന്ന് എല്ലാം കഴുകി വൃത്തിയായി. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇതേപോലെ ഒരു കുക്കറിനകത്താകുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. ഈ പാർട്സ് എല്ലാം കൂടെ ഈ കുക്കറിൻ്റെ അകത്തോട്ട് ഇടാം. നമുക്കിത് ആദ്യമേ ഇത് വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ടാണ് നമ്മൾ കഴുകിയത്. എന്നാലും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത് നമുക്ക് 1/2 ടീസ്പൂണ് മസാലപ്പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് അടച്ചു. അടുപ്പൊന്ന് കത്തിച്ചതിന് ശേഷം ചെറിയ തീയിൽ മതി വെച്ചു. ഒരു 2 വിസിലൊന്നും അടിക്കട്ടെ. ഇപ്പോൾ 2 വിസിൽ അടിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നേരെ താഴോട്ട് വെക്കുകയാണ്. അവിടെ ഇരിക്കട്ടെ. നമ്മൾ ഈ ചിക്കൻ പാർട്സ് കുക്കറിൻ്റെ അകത്ത് വേവിച്ചത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അത്യാവശ്യം വെള്ളം അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പാത്രം അടുപ്പത്തോട്ട് വെക്കാം. ഈ പാത്രം ചൂടായതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ അളവിൽ നമ്മൾ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ കണക്ക് അങ്ങ് എടുക്കുക എന്നുള്ളത്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതേ ഇളവിൽ തന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനകത്ത് ഒരു 2 സബോള വലുത് നോക്കി 2 സബോള ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ച് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒരു കൊച്ചുള്ളി, ഒരു 100 ഗ്രാം അളവ്. ഉള്ളി ഇച്ചിരി കൂടുതലിരുന്നാലും കുഴപ്പമില്ല, നല്ലത് തന്നെയാണ്. ആ ഉള്ളിയും കൂടെ ഇതിന് കൊടുത്തിട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി നമുക്ക് ഈ ഉള്ളിയും സവോളയൊക്കെ ഉണ്ട് ചെറുതായിട്ടൊന്ന് ചുമന്ന് വരും. ഞാനിപ്പോൾ ഓർക്കുകയാണ്, ഒരു പഴയ കാര്യം ഓർക്കുക. എന്താ പറയുക, നമ്മൾ ഈ പണ്ട് കാറ്ററിംഗ് പണിക്കൊക്കെ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കോഴിയൊക്കെ നമ്മൾ തന്നെയാണ് പീസാക്കുന്നത്. അപ്പോൾ ഈ കോഴിയുടെ പാർട്സുകളൊക്കെ ഈ കരളും ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഈ സാധനങ്ങൾ വീട്ടുകാരെ ഒന്ന് പറയും, അത് കളയല്ല, ഒന്ന് വൃത്തിയാക്കി തരണമെന്ന്. എന്തിനാണെന്നറിയാം, അത് വീട്ടുകാർക്ക് തലേന്നത്തേക്ക് അങ്ങനെ കൊണ്ടുപോകും. ചിലപ്പോൾ നമ്മൾ തന്നെ അത് റെഡിയാക്കി പോകും. ഇപ്പോൾ സവോളയുടെ ഉള്ളിയുടെയൊക്കെ കളർന്ന് മാറി വരുന്നുണ്ട്. 2-3 പച്ചമുളക് അങ്ങോട്ട് കീറിയെടുത്ത്
ഇത് നമുക്ക് അത്യാവശ്യം കുറച്ച് മസാലയൊക്കെ ചേർക്കണം. ചെറിയ തീയിൽ വേണം നമുക്ക് ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ മസാലപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി മസാലപ്പൊടിയൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. എല്ലാം ചെറിയ അളവിൽ മാത്രമായിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഒരല്പം കുരുമുളക് പൊടിയും കൂടെ. എരിവും മസാലയൊക്കെ ഓരോരുത്തർ ഇഷ്ടമുണ്ട്, ആ അനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. ഈ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി ഒരല്പം കറിവേപ്പിലയും കൂടെ പൊടിപ്പി. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോകുന്നു. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് തുറന്നിട്ട് നമുക്ക് ഈ പാർട്സുകൾ ഇതിനകത്ത് ചേർക്കാനുള്ളതാണ്. അതാണ് വെള്ളം ഒഴിക്കാതെ തന്നെ ആ പാർട്സിൻ്റെ അകത്ത് നിന്ന് ഇറക്കി വന്ന വെള്ളമാണ്. ഇനി ഇത് നേരെ ഇതിനകത്തില്ല. കാര്യം ഇതിനകത്തൊരല്പം വെള്ളമുണ്ട്, അപ്പോൾ കുഴപ്പമില്ല. ആ വെള്ളത്തോട് കൂടി തന്നെ അങ്ങോട്ട് വിട്ടു. അപ്പം നമ്മൾ ഈ പാർട്സിനൊക്കെ ഉപ്പിട്ടാണ്. ഈ പോരാഴിക്കുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാവും. ഇനി ഇതൊന്ന് ഇളക്കി, ഇനി ഒന്ന് നല്ലപോലെ ഇളക്കി. ഇതിനകത്ത് എരിവുള്ള മുളക് പൊടി ഞാൻ ചേർത്തിട്ടില്ല. ഒരു പക്ഷേ ഇച്ചിരി എരിവൊക്കെ കൂടുതൽ വേണം എന്നാഗ്രഹിക്കുന്നവർ ഇച്ചിരി എരിവുള്ള മുളക് പൊടിയൊക്കെ ഇതിനകത്ത് ചേർക്കാം. കുരുമുളക് പൊടിക്ക് ആവശ്യം, കാരണം ഇതൊരല്പം എരിവോട് കൂടി കഴിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ കുട്ടികളുള്ളിടത്ത് എരിവ് അധികം ചേർക്കാതില്ല. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു കൊടുക്കണം. തീ ഒരു മീഡിയം രീതിയിൽ ചെറിയതായിട്ട് കൊടുത്താൽ മതി. ഇനി ഇത് വേകാനുണ്ടെങ്കിൽ തന്നെ ഈ പാത്രത്തിൽ ഇരുന്ന് തന്നെ അതങ്ങ് വെന്തോളൂ. ഏതായാലും അത് അവിടെ നിന്ന് വേകട്ടെ. നമുക്ക് ഒരു ക്യാപ്സിക്കം ഇടും. ഇതിൻ്റെ അകത്തെ കുരുവെല്ലാം ഇത് നന്നായിട്ട് കഴുകിയെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ചെറിയ 2 തക്കാളി, ഒരു 2-3 മിനിറ്റേ ആയിട്ടുള്ളൂ കേട്ടോ. നമുക്ക് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കും. ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരല്പം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്നാ അറിയോ, നല്ല പോരായിട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി വേണമെങ്കിൽ ഒരല്പ സമയം തുറന്നിരുന്നാലും മതി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ആ വെള്ളം ഒന്ന് വറ്റാനായിട്ട്. അതുപോലെ തന്നെ ഈ രീതിക്ക് വേണമെങ്കിലും കഴിക്കാം. ചപ്പാത്തിക്കൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കഴിക്കാം, അങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഒരല്പ സമയം ഇങ്ങനെ തുറന്നിരിക്കട്ടെ. അപ്പോൾ നമ്മളിതൊരു പെരളം പോലാണ് റെഡിയാക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചോറിൻ്റെ കൂടെയോ അതുപോലെ പലഹാരത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഫ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ അടുപ്പത്തേക്ക് കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്ക് അങ്ങ് ഫ്രൈ ആവും. അത്യാവശ്യം ഒരു ഗ്രേവിയോട് കൂടിയുള്ള രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ഈ അരക്കി വെച്ചിരിക്കുന്ന ഈ ക്യാപ്സിക്കായി ഇതൊക്കെ താല്പര്യമുണ്ടോ ചേർത്താൽ മതി കേട്ടോ. ഞാൻ ഈ ഒരു രീതിക്ക് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ചിക്കൻ പാർട്സ് പെരളൻ നല്ല ടേസ്റ്റോട് കൂടി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പാർട്സ് റെഡി ആയിട്ടുണ്ട്. അടുപ്പൊക്കെ നിർത്താം. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും പൊറാരിട്ടാൽ ഞാൻ എന്നിട്ട് പറയണം, അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് അത്യാവശ്യം നമുക്ക് ചോറിൻ്റെയൊക്കെ കൂടെയോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ ഒന്നുമില്ല നെയ്ച്ചാറിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെ. ഇത് നമുക്ക് കുറച്ച് പ്ലേറ്റോട്ട് മാറ്റാം. കോഴി പാർട്സ് കിട്ടുമ്പോഴത്തേക്കും കളയല്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം. കാര്യം ഇത് കഴിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി ഇത് പറഞ്ഞതേ ഉള്ളൂ. ഒരു പക്ഷേ പലർക്കും അറിയാം ഇതൊക്കെ ചെയ്യുന്ന എങ്ങനെയാണ്. അറിയാൻ പറ്റവർക്ക് വേണ്ടി ഇത് പരിചയപ്പെടുത്തുന്നുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. അപ്പം തീർച്ചയായിട്ടും കോഴിയുടെ പാർട്സ് കിട്ടുമ്പോൾ കളയാതിരിക്കുക, ചെയ്ത് നോക്കുക. എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല രുചികരമായ ഒരു ഐറ്റം തന്നെയാണ്. ഇനി ഒരു കാര്യം കൂടെ,
നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല്. വേറൊരു വീഡിയോ പെട്ടെന്ന് വരാം. ബായ്.